സിബിനെ കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയത്. ഇന്നലത്തെ ദിവസം ആകെ അസ്വസ്ഥനായിരിക്കുന്ന സിബിനെയാണ് നമ്മൾ കണ്ടത്. എനിക്ക് ക്വിറ്റ് ചെയ്യണം ബിഗ് ബോസ് എന്ന് പല പ്രാവശ്യം ക്യാമറയുടെ മുന്നിലെത്തി പറഞ്ഞ സിബിനെ നമ്മൾ കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച വരെ, അതായത് മോഹൻലാൽ എത്തി എല്ലാവരോടും സംസാരിക്കുന്ന എപ്പിസോഡ് വരെ DJ സിബിൻ എന്ന കണ്ടസ്റ്റൻറ്റ് ഡേ 1 മുതൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. മോഹൻലാൽ വന്ന് സംസാരിച്ചതിന് ശേഷമാണ് DJ സിബിൻ്റെ ആറ്റിറ്റ്യൂഡിൽ പ്രശ്നങ്ങളുണ്ടായത്. അദ്ദേഹത്തിന് മാനസികമായി തളർച്ചയുണ്ടായത്. ഇതോടെ അദ്ദേഹത്തിന് സൈക്കോളജിക്കൽ ബാലൻസ് നഷ്ടപ്പെടുകയായിരുന്നു. ഇതോടെ അദ്ദേഹത്തിന് ക്വിറ്റ് ചെയ്യണമെന്നും ഞാനിവിടെ നിൽക്കാൻ ഫിറ്റ് അല്ല എന്നുമൊക്കെ പറയുകയായിരുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ സിബിന് സപ്പോർട്ടുമായി എത്തുകയായിരുന്നു. പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയപ്പെട്ട സിബിൻ എന്തു പറ്റിയെന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. ഇനി സിബിൻ പുറത്തേക്ക് പോവുകയാണ് എന്നാണ് എല്ലാവരും അറിയിച്ചിരിക്കുന്നത്. സിബിൻ പുറത്തേക്ക് പോകുന്നു എന്നാൽ അദ്ദേഹത്തിന് ചില മെഡിക്കൽ ആവശ്യമുള്ളതിനാൽ തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിബിനെ സംഭവിച്ചിരിക്കുന്നതും അനൗൺസ് ചെയ്തതുമൊക്കെ എല്ലാവർക്കും വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. കാരണം സിബിൻ ഈ അവസ്ഥ വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അത്തരമൊരവസ്ഥയിലേക്ക് സിബിൻ പോയിരിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു. നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസിനെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സിബിൻ പോയത് പ്രമാണിച്ച് സിജോ എന്തായാലും വീടിൻ്റെ ഉള്ളിലേക്ക് വരുമെന്നും, പക്ഷേ സിബിനെ പോലെ അല്ല സിജോ എന്നുള്ളതാണ് വ്യക്തമായ കാര്യം. സിബിൻ വന്നതിന് ശേഷമാണ് ആ വൈൽഡ് കാർഡ് എൻട്രികളിൽ ഏറ്റവും കൂടുതൽ അനക്കമുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ വൈൽഡ് കാർഡ് എൻട്രികൾ വന്നപ്പോൾ മറ്റുള്ളവരിലൊക്കെ തന്നെ നല്ല കാര്യങ്ങൾ പ്രതീക്ഷിച്ചുവെങ്കിലും സിബിൻ ഇങ്ങനെ ഇത്രയും ആക്റ്റീവ് ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പ്രേക്ഷകർ പറഞ്ഞിരുന്നു. പക്ഷേ പ്രതീക്ഷകളൊക്കെ കൈവരിച്ച് പ്രതീക്ഷകളൊക്കെ മറികടന്ന് സിബിൻ തന്നെ അവിടെ മൂന്നാമതെത്തുകയായിരുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇതിനെ ഏറ്റെടുത്തു. സിബിൻ അവിടെ വലിയ ആളായി മാറി. ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തി ജാസ്മിനും ഗബ്രിക്കുമെതിരെ സംസാരിച്ച് അവരെ വാ കൊണ്ട് അടപ്പിക്കുകയായിരുന്നു. ഒരു കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു വയ്ക്കാനും അതുപോലെ മറുപടി ഇല്ലാതാക്കാനുമൊക്കെ DJ സിബിനോളം കഴിവുള്ള മനുഷ്യൻ മറ്റാരുമില്ലായിരുന്നു. DJ സിബിൻ അവിടെ വന്ന് തൻ്റെ ജോലി വളരെ വ്യക്തമായി തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് അത്രയും വലിയ ആരാധകരൊക്കെ കൂടിയതും. എന്നാൽ DJ സിബിൻ ഇപ്പോൾ പകുതിക്ക് വെച്ചിറങ്ങി പോവുകയാണ്. ജാസ്മിൻ ഇത്തരത്തിലൊരു അവസ്ഥ DJ സിബിൻ കാരണം തന്നെയാണ് ഉണ്ടായത്. എന്നാൽ ജാസ്മിൻ അതിൽ നിന്ന് തിരിച്ചു വരാൻ വേഗം സാധിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. സിബിനെ പുറത്തേക്ക് കൊണ്ടുപോയി ഡോക്ടർ അവന് വിശ്രമം ആവശ്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. ഇത് ഒന്നെങ്കിൽ പുറത്ത് പോയി എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തിനെ പുറത്ത് കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കാം. എന്നാൽ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് പുറത്തേക്ക് പോകുന്നു എന്ന് കാണിക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ആവുകയാണ് പതിവ്. അല്ലാതെ അയാളെ പുറത്ത് കൊണ്ടുപോയി മറ്റൊരു ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും കൊണ്ടുപോയതിനു ശേഷം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന പതിവ് ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇദ്ദേഹം പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പുറത്തായി എന്നാണോ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. പക്ഷേ സിബിൻ എന്തായാലും തൽക്കാലത്തേക്ക് ഇപ്പോഴൊന്നും ബിഗ് ബോസ് വീട്ടിലേക്കില്ല. പകരം സിജോ ഇന്ന് വീട്ടിലേക്ക് കയറുകയും അതൊരു റീപ്ലേസ്മെന്റ് ആവുകയും ചെയ്യും. പക്ഷേ DJ സിബിൻ എന്ന സ്ട്രോങ് കണ്ടസ്റ്റന്റിന് ഇത് ഒരാളും പകരമാകില്ല എന്ന് നമ്മൾ ഓർത്തേ മതിയാകൂ. അതുകൊണ്ട് തന്നെ DJ സിബിൻ ഒരു വലിയ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന് വേഗം അസുഖം എല്ലാം മാറി അദ്ദേഹം പഴയതുപോലെ ആകട്ടെ എന്നും ഊർജ്ജസ്വലനാകട്ടെ എന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.